ആരോഗ്യമുള്ള മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും തുടക്കം ആരോഗ്യമുള്ള ഭക്ഷണത്തിൽ നിന്നാണ്. നമ്മുടെ മാനസിക ശാരീരികാവസ്ഥകളെ നിയന്ത്രിക്കാൻ നാം കഴിക്കുന്ന ഭക്ഷണത്തിന് കഴിയും. ശരിയായ ഭക്ഷണരീതിയും വ്യായാമവും ശീലിക്കുകയാണെങ്കിൽ ആരോഗ്യമുള്ള ശരീരം നമുക്ക് സ്വന്തമാക്കാം. ആയുർഗ്രീൻ സഞ്ജീവനത്തിലേക്ക് സ്വാഗതം. തുടർച്ചയായി ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ നിരന്തര പ്രശ്നമുണ്ടാക്കുന്ന രോഗമാണ് സെർവിക്കൽ സ്പോണ്ടിലോസിസ്. തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയുന്ന ഈ രോഗത്തിന് ആയുർവേദം അനുശാസിക്കുന്ന ചികിത്സാ വിധിയാണ് ഗ്രീവസ്തി. ഗ്രീവസ്തിയെക്കുറിച്ചാണ് ആയുർഗ്രീൻ സഞ്ജീവനത്തിൽ ഇനി. ജീവിതശൈലി രോഗങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു അസുഖമാണ് കഴുത്തുവേദന. ആയുർവേദത്തിൽ ഇതിനെ കടീഗ്രഹമെന്നും അലോപ്പതിയിൽ ഇതിനെ സർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്നും നമുക്ക് വിളിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും ആയുർവേദത്തിൽ ഇതിന് ശാശ്വതമായിട്ടുള്ള ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും ആയുർവേദ ചര്യയിലൂടെയും നമുക്ക് പൂർണ്ണതയിലേക്ക് ഈ അസുഖത്തിൻ്റെ രോഗമുക്തി കൊണ്ടുവരുത്താവുന്നതാണ്. കൂടുതലായും ഈ അസുഖം കണ്ടുവരുന്നത് IT പ്രൊഫഷണൽസിനും കൂടാണ്ട് പെയിൻറ്റേഴ്സ് കൂടാതെ മറ്റുള്ള കമ്പ്യൂട്ടർ അധികമായി യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ തുടങ്ങിയവരിലാണ് കൂടുതലായിട്ടും ഈ അസുഖം കണ്ടുവരുന്നത്. ആയുർവേദ വിധിപ്രകാരം പുറമേയും അകമേയും ഇതിന് ചികിത്സാവിധികൾ ഏറെയുണ്ട്. അകമേയുള്ള ചികിത്സാവിധികൾക്ക് പുറമേ വളരെ വിശിഷ്ടമായ ഒരു ചികിത്സാരീതിയാണ് ഗ്രീവസ്തി. ഇത് കഴുത്തുവേദനയ്ക്ക് വളരെയേറെ ആശ്വാസം നൽകുന്ന ഒരു സ്ഥാനികമായിട്ടുള്ള ആയുർവേദ പരമ്പരാഗതമായ ചികിത്സാരീതിയാണ്. പ്രധാനമായും കഴുത്തിലുള്ള കശേരുക്കളുടെ ക്ഷയത്തിനും ഞരമ്പ് കോച്ചലിനും ഞരമ്പ് പിടുത്തത്തിനും വേണ്ടിയിട്ടാണ് ഈ ചികിത്സ ചെയ്യുന്നത്. ഉഴുന്നുമാവിൽ തയ്യാറാക്കിയ വൃത്താകൃതിയിലുള്ള പാളി ഉപയോഗിച്ച് ഏത് സ്ഥാനത്താണോ ചികിത്സാരീതി വേണ്ടത് അവിടെ ഫിക്സ് ചെയ്യുക. സാധാരണയായി നമ്മൾ ഉഴുന്നാണ് ഇതിന് ഉപയോഗിച്ച് വരുന്നത്. ഉഴുന്ന് ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന ഓയിൽ ലീക്കേജോ മറ്റുള്ള പ്രശ്നങ്ങളോ ഇതിൽ വരാറില്ല. കൃത്യമായ ഉയരത്തിലും പ്രഷറിലും വേണം ഓയിലൊഴിക്കാൻ. തുടർന്നും ഈ ചികിത്സയിൽ ഇതേ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഈ ചൂടാക്കിയ തൈലം ഇതേ ടെമ്പറേച്ചറിൽ 40-45 മിനിറ്റോളം നമ്മൾ ഈ ചികിത്സാരീതി തീരുന്നതുവരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഇതേ ചികിത്സ ഏകദേശം 7 ദിവസമെങ്കിലും നമ്മൾ ചെയ്യേണ്ടതാണ്. ഒഴിക്കുന്ന തൈലത്തിൻ്റെ ചൂട് ആദ്യം മുതൽ അവസാനം വരെ ചികിത്സയിൽ തുടർന്നു പോകേണ്ടതാണ്. ഗ്രീവസ്തി കൂടുതലായും അസ്ഥിക്ഷയത്തിനും കൈയിലേക്കുള്ള വേദന, തരിപ്പ്, വിരലിലേക്കുള്ള തരിപ്പ് മുതലായ അസുഖങ്ങൾക്കാണ് കൂടുതലായിട്ടും ഗ്രീവസ്തി നമ്മൾ ചെയ്തു വരുന്നത്. പ്രധാനമായും കഴുത്തിലെ വേദന, കഴുത്തനക്കാനുള്ള ബുദ്ധിമുട്ട്, കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, 2 കൈയിലേക്കും ഇറങ്ങി വരുന്ന വേദന, കൈയിലെ തരിപ്പ്, കൈ വിരലുകളിലെ തരിപ്പ് മുതലായ അസുഖങ്ങൾക്ക് ഗ്രീവസ്തി വളരെ ഫലപ്രദമായ ചികിത്സയാണ്. ഇത് ഏകദേശം 7 ദിവസം മിനിമം നമ്മൾ ചെയ്യേണ്ട ഒരു ചികിത്സാരീതിയാണ്. ഇതിൻ്റെ സമയമെന്ന് പറയുന്നത് 40 മുതൽ 45 മിനിറ്റ് വരെ ഏകദേശം നമുക്ക് ചെയ്യാവുന്ന ഒരു ചികിത്സാരീതിയാണ്.
ഈ ചികിത്സയോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റെസ്റ്റ്. കാരണം പൂർണ്ണമായിട്ടും ഈ അസുഖം ഭേദമാകണമെങ്കിൽ ചികിത്സയോടൊപ്പം തന്നെ റെസ്റ്റും വളരെയേറെ അത്യാവശ്യമാണ്. ഗ്രൂവസ്ഥി കശേരുക്കളുടെ ക്ഷയത്തിനും കഴുത്തിൽ ശക്തിയായിട്ടുള്ള വേദനയ്ക്കും വളരെ ഫലപ്രദമായ ചികിത്സയാണ്. കൂടാതെ ഞരമ്പ് വലിച്ചിൽ, പേശി സങ്കോചം മുതലായ അസുഖങ്ങൾക്കും ഇത് വളരെയേറെ ഫലപ്രദമായ ചികിത്സയാണ്. വിഷചികിത്സ എന്നത് മറ്റെല്ലാ ചികിത്സയെക്കാളും അപേക്ഷിച്ച് വളരെ ഗൗരവമുള്ളതും മറ്റ് ഒന്ന് യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ ചെയ്യേണ്ടുന്ന ഒരു കർമ്മമാണ്. ഒരാൾക്ക് ദംശനമേറ്റാൽ പെട്ടെന്ന് ചെയ്യേണ്ടത് ദംശനമേറ്റതിൻ്റെ മേൽഭാഗത്ത്, അതായത് ഏകദേശം ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് മേലെയായിട്ട് ഒരു കെട്ട് കെട്ടുകയാണ് വേണ്ടത്. മിനുസമുള്ള തുണി കൊണ്ടോ, പ്രത്യേകിച്ച് സാധാരണ നമുക്കത് ഈ മുണ്ടിൻ്റെ വക്ക് അത് പറിച്ച് കെട്ടുകയാണ് വേണ്ടത്. പിന്നെ ആ ദംശനമേറ്റ സ്ഥലം കഴുകുന്നതിൽ വിരോധമില്ല. പക്ഷേ ദംശനമേറ്റ ആൾ ഒന്നും കഴിക്കാനോ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ജലപാനം പോലും ചെയ്യാൻ പാടില്ല. അത് നിർബന്ധമാണ്. പിന്നെ ഉറക്ക് തീരെ പാടില്ല. ഉറക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നാം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സർക്കുലേഷൻ കുറച്ച് കൂടുതലായിരിക്കും. മറ്റൊന്ന്, എന്താണ് ഈ രോഗിക്ക് സംഭവിക്കുക എന്നുള്ളത് ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ രോഗിയുടെ ഉറക്കത്തിലുണ്ടാവുക. അപ്പോൾ ഈ ഉറക്ക് തീരെ, അതായത് ഉറക്കൊഴി നിർബന്ധമായിട്ടും അതിൻ്റെ ഒരു ഗൗരവഘട്ടം കഴിയുന്നവരെ ഉറക്കൊഴിയണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ളതാണ് നമ്മളെ ശാസ്ത്രത്തിലുള്ളത്. മറ്റെന്താണെന്ന് വെച്ചാൽ ആദ്യമായി ചെയ്യുക, എൻ്റെ ഗുരുനാഥൻ ഉപദേശിച്ച ഭസ്മക്കരുത്താണ് ആദ്യമായി ചെയ്യുക. ഭസ്മക്കരുത്ത് എന്ന് വെച്ചാൽ എൻ്റെ സ്വകാര്യ മുറിയിൽ പോയി ഇലയിൽ കുറച്ച് ഭസ്മമെടുത്ത് രോഗിയെ വടക്കോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് ഇരുത്തി 2 കാലുകളും, കാൽക്കാണ് ദംശനമേറ്റെന്ന് വെച്ചാൽ 2 കാലുകളും കുറച്ച് വിട്ടിരുത്തി അവർക്കൊരു ഭസ്മക്കരുത്ത് ചെയ്യുക. അത് മന്ത്രസംഖ്യ, അതായത് അതിന് പ്രത്യേക ഉപദേശിച്ചുള്ളൊരു മന്ത്രമുണ്ട്. ആ മന്ത്രസംഖ്യ നാം ഉരുവിട്ടുകൊണ്ട് ആ കരുത്ത് ചെയ്യുക. ആ കരുത്ത് ചെയ്ത് നാം ജപിച്ച ഭസ്മം 3 രോഗിയല്ലാത്ത മറ്റൊരാളെ കൊണ്ട് കയ്യിൽ 2 കൈയിലും ഇതേമാതിരി ഉരസി കടിവായ്ക്ക് മുകളിൽ കൈവച്ച് താഴോട്ട് വലിക്കുക. ഈ വിഷദൂത് എന്ന് പറഞ്ഞൊന്നുണ്ട്. അതിന് മുമ്പ് നാം അനുവർത്തിക്കേണ്ട ഒന്നാണ്. വിഷ പറ്റിയാൾ നമ്മളോട് ആദ്യം പറയുന്നത്, അല്ലെങ്കിൽ വിഷം പറ്റിയാളെ അടുത്ത ബന്ധു നമ്മളോട് ആദ്യം എന്താണെന്ന് പറയുന്നത്, അത് പ്രധാനമായിട്ടുള്ളൊരു സംഗതിയാണ്. എൻ്റെ കാലിക്ക് എന്തോ കടിച്ചു, എൻ്റെ കാലിക്ക് എന്തോ കടിച്ചു, എൻ്റെ കാലിക്ക് എന്തോ കടിച്ചു. 10 അക്ഷരം. ഈ 10 അക്ഷരമാണ് ആദ്യം പറഞ്ഞത്. ആദ്യം പറയുന്നത് നമ്മൾ വളരെ കണിശമായിട്ട് എടുക്കണം. 10 അക്ഷരം ആദ്യം പറയുന്നത് വെച്ചാൽ, 8 കണ്ട് കഴിക്ക ചൊന്ന വചനം ചൊന്നാം ക്രമത്തിൽ പുന.
മൂർഖൻ, മണ്ണലി, രാൽ, വിയന്തിര, കുലഞ്ചാകുക്കൾ, കീടങ്ങളും ഭോഷ്കും നിർവിഷം. ഇങ്ങനെയാണ് 8. ഈ 8 കൊണ്ട് നമ്മൾ ഹരിക്കണം. അപ്പോൾ 10 കിട്ടിയെച്ചാൽ 10 അക്ഷര കിട്ടിയെച്ചാൽ ഈ 8 കൊണ്ട് ഹരിച്ച് ശിഷ്ടം കിട്ടുന്നത് 2. മൂർഖൻ, മണ്ണലി, മണ്ണലി ആയിരിക്കും കടിച്ചിട്ടുണ്ടാവുക. ശിഷ്ടം കിട്ടിയത് 3 ആണെങ്കിൽ മൂർഖൻ, മണ്ണലി, രാൽ, രാജിലായിരിക്കും. തവളായി അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കടിച്ചത്. 4 കിട്ടിയെച്ചാൽ വിയന്തിരനായിരിക്കും. കുലഞ്ചാവുക്കളായിരിക്കും 5 കിട്ടിയെച്ചാൽ. കുലഞ്ചാവുക്കൾ വെച്ചാൽ മണ്ടിളി, ചേര, ഇങ്ങനെയുള്ള സാധനങ്ങൾ കുലത്തിൽപ്പെട്ടവ. കീടങ്ങളായിരിക്കും മറ്റേത് അടുത്തത്. കീടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ കുരുടി, കരേണ്ണി, ഇങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും അടുത്തത്. ഭോഷ്ക് എന്ന് പറയുന്നതായിരിക്കും വണ്ട്, പാറ്റ, കടന്നൽ, ഇങ്ങനെയുള്ള പറക്കുന്ന ഇതായിരിക്കും ഭോഷ്ക്. നിർവിഷം വെച്ചാൽ ഒന്നും ഉണ്ടാകില്ല, കൊള്ളി കുത്തിപ്പോയതായിരിക്കും. അങ്ങനെ 8ൽ കണ്ട് കഴിക്കുക. ഈ വിഷ ചികിത്സയിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട്. മറ്റ് ചിലർ വരുന്ന എന്താണെന്ന് വെച്ചാൽ കൈവിഷം, അതായത് മുമ്പ് ഒരുപക്ഷെ എലി അല്ലെങ്കിൽ ചിലന്തി, അത് എന്താണെന്ന് വെച്ചാൽ ഈ കടിച്ച് കഴിയുകയെന്ന് വെച്ചാൽ നമ്മുടെ ആ കടിച്ച് ദംശനമേറ്റിയ ആൾക്ക് രക്ത അശുദ്ധി വരും. 2 വിധത്തിലാണ് വിഷം, സ്ഥാവരം, ജംഗമം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ആളെ മണിക്കൂറുകൾ കൊണ്ടും കൊല്ലുന്നതും, മറ്റൊന്ന് കൊല്ലാതെ കൊല്ലുന്നതും. അതായത് അയാളെ കൊല്ലില്ല, അതേസമയത്ത് അയാളെ രക്തശുദ്ധി കുറവ് വന്ന് അതിനാൽ അയാൾക്ക് പലവിധ ത്വക്ക് രോഗങ്ങൾ, മാറാതെ ഉള്ള ത്വക്ക് രോഗങ്ങൾ, ഇങ്ങനെ പലതും സംഭവിച്ച് അതിന് പരിഹാരം വരുത്തിയതിന് ശേഷമേ അത് പൂർണ്ണമായിട്ട് സമാധാനപ്പെടുകയുള്ളൂ. ഈ വിഷചികിത്സ എന്ന് പറയുന്നത് വളരെ സമുദ്രമായി. ഇപ്പം നിങ്ങളതിൻ്റെ ഈ ഒരു ദൂതിൻ്റെ പുസ്തകം തന്നെ കണ്ടറിയാം, ഈ അട്ടിയുണ്ട്. അത് വലിയൊരു ശാസ്ത്രം. അത് ശരീരത്തിൻ്റെ ഓരോരോ ഘടകങ്ങളിലും വിഷം എത്തിയാലുള്ള ലക്ഷണങ്ങൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇത്ര സമയം കഴിഞ്ഞാൽ കിഡ്നിയെ ബാധിക്കും. കിഡ്നിയെ ബാധിച്ചാൽ മൂത്രം ഉണ്ടാവില്ല. അപ്പോൾ മണ്ഡലി വംശത്തിലൊക്കെയുള്ള രക്തമണ്ഡലി എന്നെല്ലാം പറഞ്ഞ് ചിലതുണ്ട്. അത് കടിച്ചു കഴിയുക വെച്ചാൽ അത് ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ രോമകൂപങ്ങളിൽ നിന്ന് അടക്കം രക്തം പൊടിയും. അത് ഈ പ്രത്യേകിച്ച് മൂർഖൻ, മണ്ണലി, രാജിലം ഏറ്റവും വലിയ വിഷം ഈ 3 അവസ്ഥയാണുള്ളത്. മറ്റുള്ളതുണ്ടെങ്കിലും അതിന് കുറച്ച് സാവകാശം നമുക്ക് കിട്ടും. ഈ മണ്ണലി എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ചായിരിക്കും മണ്ണലി വിഷം. മൂർഖൻ അതല്ല. മൂർഖൻ്റെ വിഷം വെച്ചാൽ മൂർഖനെ നമുക്ക് ഇപ്പോൾ നമ്മളെന്താ പരിചയം കാണില്ല, പെട്ടെന്ന് മിന്നൽ പോലെ ഓടി ഒളിച്ച് കളയും. അതേമാതിരി തന്നെ അതിൻ്റെ വിഷവും കയറി. അതേസമയത്ത് മണ്ണലീനെ ഇവിടെ ചിലർ പിടിച്ചോണ്ട് വരും. മണ്ണലിനെ പിടിക്കാൻ ഒരു വിഷമവുമില്ല, കാരണം അത് ഓടിയില്ല. അതേമാതിരി ആയിരിക്കും അതിൻ്റെ വിഷം.